ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. PSC അടുത്ത് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വിവരങ്ങളും PSC ഇപ്പോൾ ഏത് രീതിയിലാണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് PSC ചോദിക്കുന്നത്, ആ ഭാഗങ്ങളിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പെടുത്ത ക്ലാസ് മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് 100% എന്തായാലും ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ 10th പ്രിലിംസിനുള്ള കോഴ്സ് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്യും. 2 ബാച്ചുകളാണുള്ളത്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതും 100% യൂസ്ഫുൾ ആവും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും പോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിച്ചിട്ടും കോഡുകൾ യൂസ് ചെയ്തും കണക്ഷനുകൾ യൂസ് ചെയ്തും ഒക്കെ പഠിച്ചിട്ടേ അവിടെ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുള്ളൂ. അല്ലാതെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടി വരില്ല. റിവിഷന് മാത്രമേ നിങ്ങൾക്ക് സമയം വേണ്ടി വരുള്ളൂ. അതിനുള്ള സമയവും ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനോട് കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പ്ലാനിൽ നിങ്ങൾക്ക് ഭാഗമാവണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. വൈകരുത്. ആ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെൻഡിങ് വരും ക്ലാസ്സുകൾ. അങ്ങനെ വരാതിരിക്കാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചറിയാം. നിങ്ങളുടെ ഫോൾട്ടുകൾ എന്താണോ ആ ഫോൾട്ടുകൾക്കുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടോ എല്ലാം ചോദിച്ചറിയാം. പിന്നെ നമ്മളുടെ ബാച്ചിൽ നിങ്ങളുടെ ഫോൾട്ടുകൾ എന്താണെങ്കിലും കണ്ടെത്തി തരും. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മുമ്പുള്ള മാർക്ക് എന്തുകൊണ്ട് മേലേക്ക് ഉയരുന്നില്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. കാരണം പലതവണ എക്സാം എഴുതിയ ആളുകളാവും. ചിലപ്പോൾ ചില ആളുകൾ തുടക്കക്കാരാണെങ്കിലും പലതവണ എക്സാം എഴുതിയ ആളുകളാണെങ്കിലും പലതരം സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ മീറ്റിങ്ങിലൂടെ ഒക്കെ പറഞ്ഞുതരും. അതിന് നമ്മുടെ പ്രീമിയം ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് അംഗമാവുക. അതെന്റെ റിക്വസ്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നിങ്ങൾ വൈകി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കും ഒരു നെഗറ്റീവാണ്. അതായത് നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകൾ പെൻഡിങ് വന്നാൽ അത് അത്ര നല്ലതല്ല. കാരണം നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് വന്നാൽ നിങ്ങൾക്ക് റഷ് ഫീൽ ചെയ്യും. അപ്പോൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് തന്നെ നല്ല സന്തോഷത്തോടു കൂടെ തന്നെ പഠിച്ചു പോവാ. അപ്പോൾ അധികമൊന്നും പറയാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. നമ്മുടെ കോഴ്സിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. നമ്മുടെ പ്രീമിയം കോഴ്സിലും നിങ്ങൾക്ക് ആ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, അങ്ങനെ ഒരു സെക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SCRT ബൂസ്റ്റർ സെഷനും അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും അവിടെ കിട്ടും. അതായത് SCRT നിങ്ങൾ ഇനി പഠിക്കുക, എവിടെ നിന്ന് പഠിക്കണം, എത്ര പാഠങ്ങൾ പഠിക്കണം, ഇങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവും. പാഠങ്ങളല്ല, ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം SCRT ബൂസ്റ്ററും ഉണ്ടാവും. അതുപോലെ തന്നെ PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഇത് രണ്ടും പ്രീമിയം കോഴ്സിലാണ്. പിന്നെ മറ്റേ കോഴ്സിൽ, അതായത് നോർമൽ കോഴ്സിലുള്ളത് നമ്മുടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രിലിംസ് പരീക്ഷകൾക്ക് PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരും. ജസ്റ്റ് ഇത് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്, പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തരില്ല. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ കൂടെ തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. ഓക്കെ, നിങ്ങൾ കൂടെ നിന്നാൽ മതി. നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ, നല്ല സന്തോഷത്തോടെ, നല്ല പോസിറ്റീവ് എനർജിയോട് കൂടെ നിന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച് നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യും. ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന അതായത് മെത്തേഡുകൾ യൂസ് ചെയ്ത് പഠിക്കണം. ചില മെത്തേഡുകൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞു, പലർക്കും പല രീതിയിലാണ് പഠിക്കേണ്ടി വരിക. ചില ആളുകളോട് ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്, ചിലത് എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? തീരപ്രദേശം, ഉത്തരമഹാസമതലം, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി. ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്? ക്രമരഹിതമായ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. കിട്ടുമല്ലോ. അപ്പൊ ധാതുക്കളുടെ കലവറ, ഉപദ്വീപീയ പീഠഭൂമി. ഇനിയും അത് ചോദ്യം വരും കേട്ടോ. ഓക്കെ,
അപ്പൊ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏത്? ഇനി ചോദ്യം വന്ന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതിന്റെ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോ. ക്രമരഹിതമായ ത്രികോണാകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത് കേട്ടോ. ക്രമരഹിതമായ ത്രികോണാകൃതി. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ നോക്കാം. വടക്കു പടിഞ്ഞാറ് എന്താണ്? ഡൽഹി മലനിര. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിരയാണ്. വടക്കു പടിഞ്ഞാറ് എന്താണ്? ഡൽഹി മലനിരയാണ്. പിന്നെ തെക്ക് ഏതാണ്? ഏലമലകളാണ് അല്ലെ? തെക്ക് ഏലമലകളാണ്. പിന്നെ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ. കിഴക്ക് എന്താണ്? രാജ്മഹൽ കുന്നുകൾ. പിന്നെ പടിഞ്ഞാറ് ഗിർ മലനിരകൾ. ഒന്നുകൂടെ നോക്കാം. വടക്കു പടിഞ്ഞാറ് എന്താണ്? ഡൽഹി മലനിര. തെക്കെന്താണ്? ഏലമലയാണ്. കിഴക്ക് രാജ്മഹൽ കുന്നുകളാണ്. പടിഞ്ഞാറ് ഗിർ മലനിരകളാണ്. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാ. വടക്കു പടിഞ്ഞാറ് എന്താണ്? ഡൽഹി മലനിര. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിരയാണ്. വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിരയാണ് അല്ലെ? അപ്പൊ തെക്ക് എന്താണ്? തെക്ക് ഏലമലകളാണ്. പിന്നെ കിഴക്ക് എന്താണ്? രാജ്മഹൽ കുന്നുകളാണ് അല്ലെ? കിഴക്ക് രാജ്മഹൽ കുന്നുകളാണ്. പിന്നെ പടിഞ്ഞാറ് ഗിർ മലനിരകൾ. പടിഞ്ഞാറ് എന്താണ്? ഗിർ മലനിരകളാണ്. പടിഞ്ഞാറ് ഗിർ മലനിരകൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിര, തെക്കാണെങ്കിൽ അത് ഏലമലകളാണ്, കിഴക്കാണെങ്കിൽ രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിരകൾ. ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ ഏതാണ് വടക്കു പടിഞ്ഞാറ്? ഏതാണ് വടക്കു പടിഞ്ഞാറ്? ഡൽഹി മലനിര. തെക്ക് ഏതാണ്? തെക്ക് ഏതാണ് നടക്കുന്നത്? തെക്ക് ഏലമല. കിഴക്ക് എന്താണ്? കിഴക്ക് ഒന്നാലോചിച്ചു. കിഴക്ക് രാജ്മഹൽ കുന്നുകൾ. പിന്നെ അവസാനം നമ്മൾ പഠിച്ചു പടിഞ്ഞാറ് ഏതാണ്? ഗിർ മലനിരകൾ. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട കുറച്ച് അതിർത്തികളായിട്ട് വരുന്നത്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ്? ഒന്ന് ഹസാരിബാഗ്, റാബി, കോയമ്പത്തൂർ, പലാമു, മാൾവ, കർണാടക എന്നീ പീഠഭൂമികളൊക്കെയാണ് ഏതിലെ? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ. ഹസാരിബാഗ്, റാബി, കോയമ്പത്തൂർ, പലാമു, മാൾവ, കർണാടക. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഹസാരിബാഗ്, റാബി, കോയമ്പത്തൂർ, പിന്നെ പലാമു, മാൾവ, കർണാടക എന്നീ പീഠഭൂമികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം, ഇത് ചോദ്യം വരാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതെന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമി സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ ഭൂവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ ആകൃതി ഞാൻ പറഞ്ഞു, ക്രമരഹിതമായ ത്രികോണാകൃതി. ഇതിങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ അത് ത്രികോണാകൃതിയാണ്. എന്നാൽ ക്രമരഹിതമായ ത്രികോണാകൃതി ഏതിന്റെയാണ്? അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. അപ്പൊ സംശയമില്ലാതെ പഠിക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എപ്പോഴും ചോദ്യം വരും, ത്രികോണാകൃതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ത്രികോണാകൃതിയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രമരഹിതമായ ത്രികോണാകൃതിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ക്രമരഹിതമായ ത്രികോണാകൃതി. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി അല്ലെ? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദിച്ചത് ഏതാണ്? അത് ആനമുടിയാണ് അല്ലെ? ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ആനമുടിയൊക്കെ PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു ഭാഗമാണ് കേട്ടോ. ഇങ്ങനത്തെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ബാച്ചിൽ എത്തിച്ചു തരും. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ PYQ, അതായത് ഏത് രീതിയിലാണ് ഇപ്പൊ ചോദിക്കുന്നത്, അതിൽ നിന്ന് ഇനി എന്തൊക്കെ, ആ ഭാഗങ്ങളിൽ നിന്ന് ഇനി എന്തൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ബാച്ചിൽ എത്തിച്ചു തരും. അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നു, ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ലാഗ് ആവാതിരിക്കുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നമുക്കൊക്കെ അറിയാം അല്ലെ? ഇടുക്കിയാണ്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലാണ് അല്ലെ? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ധാതുക്കളുടെ കലവറ
നമ്മൾ പഠിച്ചല്ലോ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഓക്കെ, ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. എത്രയാണ്? 2695 മീറ്റർ ആണ് അതിന്റെ ഉയരം. ഓക്കെ, അത്രയും ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മാധവ് ഗാഡ്ഗിൽ, മേധ പട്കർ, വന്ദന ശിവ, ദിലീപ് കുമാർ ബിശ്വാസ്. ആർക്കാണ് ഇതിൽ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ ആണ് കേട്ടോ. മാധവ് ഗാഡ്ഗിൽ. ഈ ചോദ്യം ചിലപ്പോൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് കറണ്ട് അഫെയർ ആയിട്ട്. അപ്പൊ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ ആണ്. ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ ആണ് കേട്ടോ. മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, എന്തിനായിരിക്കും? പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാവില്ല, അതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? മാധവ് ഗാഡ്ഗിൽ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന വിഭാഗത്തിലാണ് മാധവ് ഗാഡ്ഗിൽ 2024 പുരസ്കാരത്തിന് അർഹനായത്. എന്താണ്? ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന വിഭാഗത്തിലാണ് മാധവ് ഗാഡ്ഗിൽ 2024 പുരസ്കാരത്തിന് അർഹനായത്. പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. അത് നമുക്കറിയാം, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഗാഡ്ഗിൽ എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ പുരസ്കാരം ഏത് പുരസ്കാരമാണെന്നും ആർക്കാണ് ലഭിച്ചതെന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലാണ്. ഈ ചോദ്യം അങ്ങനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ്? പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. അത് പിന്നെ നമുക്ക് അറിയുന്നതാണ്. അത്ര സിമ്പിൾ ആയതുകൊണ്ട് ഒരുപക്ഷെ ചോദ്യം വരാൻ ചാൻസ് ഇല്ല. മേ ബി വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ ഇത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന വിഭാഗത്തിലാണ്. ഏത് വിഭാഗത്തിലാണ് ചോദിക്കും? ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന വിഭാഗത്തിലാണ് മാധവ് ഗാഡ്ഗിൽ 2024 പുരസ്കാരത്തിന് അർഹനായത്. ഇനി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം, അതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഐക്യരാഷ്ട്രസഭ 2005 മുതൽ പുരസ്കാരം നൽകി തുടങ്ങി. 2005 മുതൽ ഐക്യരാഷ്ട്രസഭ ഈ പുരസ്കാരം നൽകി തുടങ്ങി. ഏതാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം? പരിസ്ഥിതിയിൽ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയും സംഘടനകളെയും ആണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പരിസ്ഥിതിയിൽ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെയും സംഘടനകളെയുമാണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. എപ്പോഴാണ് കൊടുത്തു തുടങ്ങിയത്? 2005 കേട്ടോ. 2005 കൊടുത്തു തുടങ്ങിയത്. ഇതുപോലെ തന്നെ നമ്മൾ നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷമൊക്കെ ഒന്ന് പഠിക്കണേ. നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം എപ്പോഴാണ്? 1901 സോറി, പേന പോയി. 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. അതാണ് ആദ്യത്തെ 1901. പക്ഷെ നമുക്ക് വേറൊന്നും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാണ്ട്, ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ എന്നൊക്കെ ചോദിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. രവീന്ദ്രനാഥ് ടാഗോറിനാണ് 1913 ലഭിച്ചത്. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യം അല്ലെ, സാഹിത്യം എന്ന വിഷയത്തിനാണ് ലഭിച്ചത്. ഏതാണ് കൃതി? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പൊ 1913 രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത്. 1901 എന്ത് കൊടുത്തു തുടങ്ങിയത്? നമ്മുടെ നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് 1901. 1913 ആദ്യമായി ഒരു ഏഷ്യക്കാരന് അല്ലെങ്കിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരന് ലഭിക്കുന്നത്. സാഹിത്യത്തിനാണ് ലഭിച്ചത്. കൃതി ഏതാന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ വർഷം. അതും ഒരുപക്ഷെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. 1965 1965 ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. അതും ആദ്യം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അല്ലെ. ആർക്കാണ്? ഒരു ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. ആദ്യം ലഭിച്ച മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അപ്പൊ 1965 കൊടുത്തു തുടങ്ങിയത്. ആ വർഷം തന്നെയാണ് ആദ്യ മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം 1901. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2005. അതുപോലെ തന്നെ ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത് 1965. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹരായ മറ്റു വ്യക്തികൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. സോണിയ ഗജ്വാര, ഗബ്രിയൽ പോൺ, പിന്നെ ആമി ബോവേഴ്സ്, പിന്നെ ലൂക്വി, പിന്നെ സെക്കം ഈജിപ്ഷ്യൻ സംരംഭം. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മലയാളി ഉണ്ട്. ആരാണ് അദ്ദേഹം? KN രാജ്, അമർത്യ സെൻ, പിന്നെ M കുഞ്ഞാമൻ, VKRV റാവു. ഇതിൽ ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മലയാളി ആരാണ്?
ആരാണ്? കെ എൻ രാജാണ് കേട്ടോ. ആൻസർ പഠിച്ചു വെച്ചോ, കെ എൻ രാജാണ്. ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ. അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോയിക്കോ, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലെങ്കിലും ഒന്ന് കണ്ടുവെച്ചോ. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കെ എൻ രാജ്. കെ എൻ രാജ്. ഈ അമർത്യാസൻ എന്താണ്? അമർത്യാസൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പഠിക്കാണ്ട് 1998 നോബൽ സമ്മാനം ലഭിച്ചു. 1998 എന്തിനാണ്? സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് അമർത്യാസൻ. ചോദ്യം വരാറുണ്ട് കേട്ടോ, അമർത്യാസൻ നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് ചോദിക്കാറുണ്ട്. 1998 അല്ലെങ്കിൽ 1998 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആ മലയാളി ആരാണ്? കെ എൻ രാജാണ്. ആരാണ്? കെ എൻ രാജാണ്. പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കെ എൻ രാജ്. കെ എൻ രാജ്. ഇനി നമുക്ക് നോക്കാം, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഏതാണ്? ഒന്നാം പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കുടുംബാസൂത്രണത്തിന്. അതുപോലെ തന്നെ കൃഷിക്ക് ഊന്നൽ നൽകിയ പദ്ധതി അല്ലെ, കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാലും ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് അല്ലെ. ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദർ മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ. എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണേ. പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 51 മുതൽ 56 വരെയാണ്. 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1951 മുതൽ 56 വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. പിന്നെ എന്താണ് 56 മുതൽ 61 വരെ 2, 61 മുതൽ 66 വരെ 3. അത് കഴിഞ്ഞിട്ടാണ് ഗ്യാപ്പ് വരുന്നത്. നമ്മൾ വർഷങ്ങൾ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ വർഷങ്ങൾ നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ എന്തായാലും ഫിക്സ് ആയിട്ട് പഠിച്ചു പോകും. ആ ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് സെറ്റായിട്ട് ഓരോ വർഷങ്ങളും ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലാസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയിട്ട് ഒന്ന് കാണുക. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച തീയതി 1951 ഏപ്രിൽ 1 കേട്ടോ. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഓക്കെ, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കൃഷിക്ക് ഊന്നൽ നൽകിയതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് നമ്മളിപ്പോ പറഞ്ഞു, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി. ഓക്കെ, അപ്പൊ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇത് രണ്ടും എന്തായാലും പഠിച്ചു നോക്കണം. ഈ രണ്ട് സാധനങ്ങൾ ഭയങ്കര റിപ്പീറ്റിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. എന്താണ് അറിയപ്പെടുന്നത്? ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ദർ മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഭയങ്കര റിപ്പീറ്റിംഗ് ആണ്. ഗരീബി ഹട്ടാവോ എന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്നത്. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് കേട്ടോ. എന്താണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ്. പത്താം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. കേരള മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കണേ. പത്താം പഞ്ചവത്സര പദ്ധതി എന്താണ്? കേരള മോഡൽ എന്നറിയപ്പെടുന്നു. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി അല്ലെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. 8 മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു അല്ലെ. എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത്. ദർ മാതൃക അല്ലെങ്കിൽ ദർ മോഡൽ എന്നറിയപ്പെടുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതിലാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അല്ലെ. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ മുദ്രാവാക്യമായിട്ടുള്ള ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുവരെ ക്ലിയർ ആവും അല്ലെ. ഓക്കെ, പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അല്ലെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ്? VKRV റാവു ആണ്. VKRV റാവു. ഓക്കെ, VKRV റാവു ആണ്.
1931 1931 കേട്ടോ. 1931 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ. അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. പിന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചാലാണ് PC മഹലനോബിസ് കേട്ടോ. PC മഹലനോബിസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത്. പിന്നെ ആദ്യമായി ശാസ്ത്രീയമായി കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചാലാണ് VKRB റാവു. VKRB റാവു ആണ് ശാസ്ത്രീയമായിട്ട് കണക്കാക്കിയത്. അതായത് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രീയ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തിയാണ് VKRB റാവു. സ്വതന്ത്ര ഇന്ത്യയിൽ ആരാന്ന് ചോദിച്ചത് ആരാണ്? PC മഹലനോബിസ് ആണ് കേട്ടോ. PC മഹലനോബിസ്. ഓക്കെ. മുൻ രാഷ്ട്രപതി KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ ദളിത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? M കുഞ്ഞാമനാണ് കേട്ടോ. M കുഞ്ഞാമൻ എന്താ അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മുൻ രാഷ്ട്രപതി KR നാരായണന് ശേഷം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ ദളിത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് M കുഞ്ഞാമൻ. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകൾ ഉണ്ട്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയാണോ? നിർദ്ദേശക തത്വങ്ങൾ അത് അതിൽ തന്നെ ഉണ്ട്. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തരാറുണ്ട്. അയർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അയർ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ് കടം കൊണ്ടത് അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. പിന്നെ ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിൽ ഉള്ളതാണ്. അത് ശരിയാണ് അല്ലെ. ലോക്സഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിൽ ഉള്ളതാണ്. അതും ശരിയാണ്. അടുത്തത്, മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? 2ഉം 3ഉം ആണ് ശരി. ഇതാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 2ഉം 3ഉം ആണ് ശരി. ഇതിലേതാണ് തെറ്റ്? നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. അയർ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യണേ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അയർ നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. നമുക്ക് പഞ്ചവത്സര പദ്ധതികളൊക്കെ ചോദിച്ചാൽ നമുക്ക് പഞ്ചവത്സര പദ്ധതികളാണ് റഷ്യയിൽ നിന്ന് എപ്പോഴും ചോദ്യം വരാറുള്ളത്. അപ്പൊ റഷ്യയിൽ നിന്നാണെങ്കിൽ പഞ്ചവത്സര പദ്ധതികളെ ആൻസർ ചെയ്യുക. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചു വെച്ചോ? അയർലാൻഡ് ആണ്. ഇത് 2, 3 മാത്രമാണ് ശരി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണവ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അല്ലെ, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതിന്റെയാണ്? നമ്മുടെ ഇന്ത്യയുടേതാണ്. ഓക്കെ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഓക്കെ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത്രയും കാര്യങ്ങളൊന്നും ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അടുത്ത് നോക്കാം. സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. അനുച്ഛേദം 36 മുതൽ 51 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. 36 മുതൽ 51 വരെ. ഭാഗം ഏതാണ്? ഭാഗം 4 ആണ് അല്ലെ നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 3 ഏതാണെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഏതാണ്? മൗലികാവകാശങ്ങളാണ്. ഭാഗം 3 ആണ് മൗലികാവകാശങ്ങൾ. ഭാഗം 2 ആണ് പൗരത്വം. ഭാഗം 2 ആണ് പൗരത്വം. ഓക്കെ. ഇന്ത്യ ഐറിഷ് ഭരണഘടനയിൽ കടമെടുത്തിരിക്കുന്ന മറ്റ് ആശയങ്ങൾ. ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ ഇതാണ് എപ്പോഴും ചോദ്യം വരണം. അതാണ് ഞാൻ കോഡ് പറഞ്ഞത് കേട്ടോ. അയർ വെച്ച് കണക്ട് ചെയ്യുക. ഓക്കെ. ഐറിഷ് ഭരണഘടന അയർലാൻഡ് അത് വെച്ച് വെച്ച് കണക്ട് ചെയ്യണേ. ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇതൊക്കെ ഏതിൽ നിന്നാണ്? ഐറിഷ് ഭരണഘടനയിൽ നിന്നും നമ്മൾ കടം കൊണ്ടതാണ് കേട്ടോ. ഓക്കെ. ഇന്ത്യ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നിർദ്ദേശക തത്വങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട നിങ്ങൾ പഠിക്കാനുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോ. നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ് അല്ലെ. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. ഭാഗം 3 ഏതാണ്? എപ്പോഴും പഠിച്ചു വെക്കണേ. ഭാഗം 3 മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാന്ന് ചോദ്യം വരാറുണ്ട്. ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദ്യം വരാറുണ്ട്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് കേട്ടോ. ഇത് കാര്യം കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ പഠിക്കുക. മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. മൗലികാവകാശം ഭാഗം 3 ആണ്. പിന്നെയും പറയുന്നു ഭാഗം 3 ആണ് മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഭാഗം 2 ആണ് പൗരത്വം അല്ലെ. ഭാഗം 2 ആണ്
പൗരത്വം. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. 4A ആണ് മൗലിക കടമകൾ. ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകൾ. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടായാലും ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇന്നത്തെ ക്ലാസ്സിലായാലും ഇനി വരുന്ന ക്ലാസ്സുകളിലായാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് വെറുതെ ഞാനിങ്ങനെ പിന്നെയും പറയാനല്ല, എൻ്റെ കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്തവരൊക്കെ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അധിക ടൈമില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ച് വേഗം തന്നെ ബാച്ചിൽ അംഗമാവാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ആ ഒരു ഉറപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. നിങ്ങളുടെ ഫോൾട്ടുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിച്ചു പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകൾ, അതായത് PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മറ്റു പ്ലേലിസ്റ്റുകളും ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടോ എല്ലാം എടുത്ത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ, അതായത് പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് യൂസ്ഫുൾ ആക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്ത് പഠിച്ചു പോകുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്